എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എൻ്റെ കാർഡ് വന്നു കേട്ടോ. പിൻ നമ്പറല്ല, യൂട്യൂബ് ചാനലിൻ്റെ പിൻ നമ്പറല്ല, എൻ്റെ ATM കാർഡ് വന്നു. ഞാൻ രണ്ടുമൂന്നല്ല ഒരാഴ്ചയായി ബാങ്കിൽ ഇത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ATM കാർഡിൻ്റെ എക്സ്പയറി കഴിഞ്ഞ മെയ്യിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ മെയ് ആവാറായി. ഇതെന്തത് പഞ്ചസാര. 2023 മെയ്യിലായിരുന്നു. അയ്യോ 2023 മെയ്യാണോ 24 മെയ്യാണോ ഓർക്കുന്നില്ല കേട്ടോ. കുറേ നാളായി ഞാനങ്ങനെ ATM കാർഡൊന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു. അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ATM കാർഡൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് ബാങ്കിൽ പോയിട്ട് ATM കാർഡിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ATM കാർഡ് ഇവിടെ എത്തിയിട്ടുണ്ട്, SBIയുടെ ATM കാർഡ്. അപ്പോൾ ഇതിൻ്റെ പിൻ ജനറേറ്റ് ചെയ്യാവുന്ന കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിൻ നമ്പർ ശരിയാക്കുന്ന ആരുമൊന്നും എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ചേട്ടായി വന്നിട്ട് ATMയിൽ പോയിട്ട് ഇത് റെഡിയാക്കണം. ചേട്ടായിക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. എൻ്റെ അമ്മയുടെ ചെയ്തതാ ചേട്ടായിയായിരുന്നു, എനിക്കറിഞ്ഞുള്ളൂ ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് അത് ചെയ്യാം. പിന്നെ നമ്മുടെ പിൻ നമ്പർ ഇതുവരെ വന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച ആവുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത് 4 ആഴ്ച 1 മാസമൊക്കെ എടുക്കുമെന്ന് പറയുന്നു. പിൻ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി, പോസ്റ്റ് വഴി കിട്ടാൻ വേണ്ടിയിട്ട് 4 ആഴ്ച വരെയൊക്കെ എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. ഇത് വന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വരുന്നു. പിന്നെ പിൻ നമ്പരും കൂടെ ആയി കഴിഞ്ഞ് ബാക്കി സമാധാനമായി, ടെൻഷനെല്ലാം മാറി. പിന്നെ സമാധാനമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും, അത് സ്വാഭാവികം, എനിക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെ. അപ്പോൾ കുഴപ്പമില്ല, ഇത് കിട്ടിയല്ലോ, ഇത് റെഡിയായി. ഇനി പിൻ നമ്പർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി പോയിട്ട് ഇതിൻ്റെ ATM കാർഡിൻ്റെ പിൻ നമ്പറൊക്കെ ശരിയാക്കണം. അതിന് ചേട്ടായി വരട്ടെ കേട്ടോ. ഞങ്ങളങ്ങനെ നേരെ മച്ചാൻ്റെ മാലാക സിനിമ കാണാനായിട്ട് വന്നു കേട്ടോ. ഫ്രീ ടിക്കറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ നേരെ ന്യൂ തിയേറ്ററിലോട്ട് വന്നു. അങ്ങനെ 100 രൂപയുടെ പോപ്കോൺ ഒറ്റയടിക്ക് തിന്ന് തീർത്തവൻ അതോ മടിയിലിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പോലും തന്നില്ല. ഞങ്ങൾ അതിൽ നിന്ന് 1-2 എണ്ണം എടുത്തതല്ലാതെ ബാക്കി മൊത്തം അവനാണ് കഴിച്ചത്. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം പിന്നെ അനങ്ങാതെ ഇരുന്നോളും, അതുകൊണ്ട് പിന്നെ മൊത്തം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തിയേറ്ററിലെത്തി. ഞങ്ങൾ വലിയ ആളും കാര്യങ്ങളും തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് കയറിയത്. അപ്പോൾ ഫ്രീ ആയിട്ട് കയറിയിരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലത്തെ സീറ്റായിട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇനി നേരെ സിനിമയും കണ്ടിട്ട് നമുക്ക് ATMയിൽ പോകണം, പിൻ ജനറേറ്റ് ചെയ്യാനായിട്ട്. ATM കാർഡ് കിട്ടിയല്ലോ, അങ്ങനെ പോകണം. ഞങ്ങൾ നേരെ ഇവിടെ ഇറങ്ങിയിട്ട് പിൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ATMയിൽ പോകട്ടോ. ATMയിൽ ചെല്ലുമ്പോൾ പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് നമ്പർ വേണം. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ. അത് ഇനി വേറൊരു ദിവസം പോയിട്ട് നമുക്ക് ശരിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ സിനിമയ്ക്ക് പോയി. പിന്നെ പിൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പം ATM മെഷീൻ പറയുക ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണമെന്ന്. എനിക്കാണെങ്കിൽ അറിയത്തില്ല. ഞാൻ പാസ്ബുക്ക് എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു. നീ വലിച്ചു വരല്ലേ. പിന്നെ തിരിച്ചു വന്നു. പിന്നെ വേറെ ദിവസം എന്തുവാ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ സെൽഫി സ്റ്റിക്ക് കാണുന്നില്ല. അതുകൊണ്ടാണ് താഴെ കിടപ്പുണ്ട്. മാറി ഇങ്ങോട്ട് നീങ്ങ്. അടച്ചിട്. അപ്പോൾ അങ്ങനെ വേറൊരു ദിവസം ശരിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സിനിമ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മച്ചാൻ്റെ മാലാക, ആ സിനിമയായിരുന്നു. നമ്മുടെ സൗബിൻ്റെയും നമിത പ്രമോദിൻ്റെയും പുതിയ പടം ഉണ്ടല്ലോ, അതായിരുന്നു. കാശ് കൊടുത്തിട്ടല്ലേ പോയത്, ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ട് പോയതാണ്. പക്ഷേ ഇതുപോലൊരു പുളുപ്പടം എന്ന് വെച്ചാൽ പുളുപ്പടം. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോയി. ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് പോയി. പറയണ്ട. ഇല്ല. അങ്ങനെ സാധാരണ എനിക്ക് അങ്ങനെ ഒരു പടം കണ്ടിട്ട് അത് കൊള്ളൂല അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായം തോന്നുന്നതല്ല കേട്ടോ. പക്ഷേ ഈ ഒരു പടം കണ്ടതിന് ശേഷം മൊത്തം പുളു എന്ന് പറഞ്ഞാൽ മൊത്തം പുളു. നടക്കാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കുറേ പുളുണ്ട്. പിന്നെ വലിയ ആളും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവരും ഫ്രീ ടിക്കറ്റ് കിട്ടി വന്നതാ. അത് അറിയാൻ പറ്റും, സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടിക്കറ്റ് എടുത്താലും കാണുമെന്ന് തോന്നുന്നില്ല പടം, കാരണം അത്രയ്ക്ക് ബോറ് പടം. അപ്പോൾ അങ്ങനെ സൗബിൻ എന്ന് പറയുന്ന ആളൊക്കെ നമിത പ്രമോദൊക്കെ നല്ല പടങ്ങളെടുത്ത് ചെയ്തുകൊണ്ട് ഇരുന്നതല്ലേ. പക്ഷെ ഇപ്പം എന്താ പറ്റിയെന്ന് അറിയത്തില്ല അവർക്കൊന്നും. ഈ ഒരു കഥ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആട്ടെ. അപ്പോൾ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇരുന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നീലൂട്ടൻ അംഗൻവാടിയിൽ വിടുന്നുണ്ട്. കുറേ ദിവസമായി ഞാൻ അംഗൻവാടിയിൽ വിട്ടിട്ട്. പിന്നെ ഇന്ന് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും റെഡിയാക്കാൻ ഞാൻ പോയിട്ട് അവനെ പോയി റെഡിയാക്കട്ടെ.
പറ്റിയിട്ടുള്ള കറക്റ്റ് അഭിപ്രായം നമുക്ക് ചേട്ടായിട്ട് ചോദിക്കാം കേട്ടോ. ചേട്ടായി കുളിക്കുന്നത്. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു നോക്കാം. വരട്ടെ എന്തായാലും. ഇപ്പം ഞാൻ കഴിച്ചല്ലേ ഇപ്പം ഞാൻ ഫോട്ടോ എടുത്തല്ലോ. ഇന്നലത്തെ സിനിമയുടെ അഭിപ്രായം പറ. അഭിപ്രായം പറ, ശരിക്കും പറ. കണ്ടിരിക്കാൻ നല്ല അടിപൊളി എന്റർടൈൻമെന്റ് പടം. ഞാൻ പറഞ്ഞു പിന്നെ അല്ലാതെ അടിപൊളി. ഇങ്ങനെ വേണം കുത്തിട്ട് കൊടുത്താലും. ഇപ്പോഴല്ലേ സുന്ദരക്കുട്ടപ്പനായത്? കണ്ടാ കണ്ടാ സുന്ദരക്കുട്ടപ്പനായത് ഇപ്പോഴാണ് സുന്ദരക്കുട്ടപ്പനായത്. വാ ഇനി വാ, കുത്ത് ഇത് തുടച്ച് കളയട്ടെ. വാ, അത് പടർന്നു പോയി. കച്ചൻ്റെ തോർത്ത് എടുത്തിട്ട് തുടയ്ക്കാം. നീ എന്തിനാ ഇതിങ്ങനെ വെച്ച് തേച്ചത്? നില്ല നില്ല ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി. അപ്പൊ ശരിയായി. കുറിയിടണ്ടേ? വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഏത് ചെരുപ്പ്? അതാണ്ട് ആ ചെരുപ്പെടുക്ക്. ഇതോണ്ട് അത് താഴെ പോവും. മറ്റേ ചെരുപ്പിടും. ആ അതിടും. തിരിച്ച് മറ്റേ കാല് ഇടാ. നീ അച്ഛൻ വാങ്ങിച്ചു തന്നു. ഉണ്ട്. ഞാൻ അതാണ്ട് ആ കുഴി കണ്ടോ? അതിനകത്ത് കല്ല് നിറയെ പറക്കി ഇട്ടതായിരുന്നു. അതെല്ലാം മാറ്റിയെന്ന് തോന്നുന്നു അതിനകത്ത്. ഏത് കട? കടയിൽ നിന്ന് വാങ്ങിച്ചോ? വണ്ടിയുടെ ബുക്കും പേപ്പറും എടുത്തോ? ടാറ്റാ, ബൈ. ആ ടാറ്റാ. അങ്ങനെ അവർ രണ്ടുപേരും പോയി. ഇനി എനിക്ക് ചോറ് വയ്ക്കണം. ചോറ് വയ്ക്കണമെന്ന് ഞാൻ ആലോചിക്കുക. രണ്ടുപേരും ഇല്ല ഉച്ചയ്ക്ക്. എനിക്ക് പുട്ടിരിപ്പുണ്ട്, പുട്ട് കഴിക്കാം. മടി, വെറും മടി. അപ്പോൾ ഇനി എന്താണ് പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. തുണി നനയ്ക്കാനായിട്ട് ഞാനിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാല്ലേ. ടാറ്റാ.